നമസ്കാരം. ദി ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മൾ ഒരുമിച്ച് പരിശോധിക്കാൻ പോകുന്നത് ഡാനിയൽ കോയിലിന്റെ ദി ടാലന്റ് കോഡ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള നിങ്ങളുടെ ഈ നോട്ടുകളാണ്. കഴിവ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ടാലന്റ്, ഇതെവിടുന്നാ വരുന്നത്? ചിലർക്ക് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണോ? അതോ ആർക്കും വേണമെങ്കിൽ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കാവുന്ന ഒന്നാണോ? ഈ പുസ്തകം പറയുന്നത് ഇതിനൊരു രഹസ്യമുണ്ട്, ഒരു കോഡുണ്ടെന്നാണ്. ഒരു കോഡോ? അതെ, ആ കോഡിന് 3 ഭാഗങ്ങളുണ്ടെന്നാണ് കോയൽ പറയുന്നത്. 1 ഡീപ് പ്രാക്ടീസ് അഥവാ ആഴത്തിലുള്ള പരിശീലനം, 2 ഇഗ്നിഷൻ അതായത് ആ ഒരു തീപ്പൊരി, പിന്നെ 3 മാസ്റ്റർ കോച്ചിംഗ് അഥവാ വിദഗ്ധമായ പരിശീലനം. ഓക്കെ. ഇത് 3ഉം വെവ്വേറെ നിൽക്കുന്ന കാര്യങ്ങളല്ല, ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ശരിക്കും അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അപ്പോ ഈ ആശയങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് നിങ്ങളുടെ നോട്ടുകളിലെ ഒരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ക്ലാരിസ എന്നൊരു ക്ലാരിനെറ്റ് വിദ്യാർത്ഥിനി, ഒരു സംഗീത ഗവേഷകൻ, അവൾ പരിശീലിക്കുന്നത് നിരീക്ഷിക്കുകയായിരുന്നു. ആദ്യം അവൾ ഗോൾഡൻ വെഡ്ഡിംഗ് എന്നൊരു പാട്ട് 6 മിനിറ്റ് നേരം പരിശീലിച്ചു. ആ സമയം കൊണ്ട് അവൾ ഒരു മാസത്തെ പുരോഗതി നേടിയെന്നാണ് പറയുന്നത്. ഒരു മാസം 6 മിനിറ്റിൽ? അതെ. എന്നാൽ അതിനുശേഷം ബ്ലൂ ഡാന്യൂബ് എന്ന മറ്റൊരു പാട്ട് എത്ര പരിശീലിച്ചിട്ടും ഒരു പുരോഗതിയും ഉണ്ടായില്ല. ഒരേ കുട്ടി, ഒരേ ഉപകരണം, ഒരേ ദിവസം. എന്നിട്ടും എന്താണിങ്ങനെ? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച. അപ്പോ നമുക്ക് ആദ്യത്തെ ആ താക്കോലിലേക്ക് വരാം. ഡീപ്പ് പ്രാക്ടീസ്. കേൾക്കുമ്പോൾ തോന്നാം ഒരുപാട് നേരം ഇങ്ങനെ കഷ്ടപ്പെട്ട് പരിശീലിക്കുന്നത് എന്നായിരിക്കും. പക്ഷെ അതല്ല, അല്ലേ? തീർച്ചയായും അതല്ല. ക്ലാരിസയുടെ ഉദാഹരണം തന്നെ നോക്കാം. ഗോൾഡൻ വെഡ്ഡിംഗ് പരിശീലിച്ചപ്പോൾ അവൾ ചെയ്തതെന്താണ്? ആ പാട്ടിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു. ഓക്കെ. ഓരോ ഭാഗവും വളരെ പതുക്കെ വായിച്ചു. ഒരു തെറ്റ് പറ്റുമ്പോൾ ഉടൻ നിർത്തും. ആ തെറ്റ് എവിടെയാണ്, എന്തുകൊണ്ടാണ് വന്നതെന്ന് കൃത്യമായി ശ്രദ്ധിക്കും. എന്നിട്ടത് മാത്രം ശരിയാക്കി വീണ്ടും വീണ്ടും വായിക്കും. അപ്പോ അവൾ ആ സംഗീതത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലിയാണ്. അതെ. എന്നാൽ ബ്ലൂ ഡാന്യൂബ് വായിച്ചപ്പോഴോ? തുടക്കം മുതൽ ഒടുക്കം വരെ ഒറ്റയടിക്ക് വായിച്ചുപോയി. തെറ്റുകൾ വന്നു, പക്ഷെ അവൾ അത് കാര്യമാക്കിയില്ല. മുന്നോട്ടു പോയിക്കൊണ്ടേയിരുന്നു. ഇതിൽ ആദ്യത്തേതിനെയാണ് ഡീപ്പ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ശരിക്കും പറഞ്ഞാൽ വെറും സമയം പാഴാക്കലാണ്. ഇത് കേൾക്കുമ്പോൾ ഞാൻ കോളേജിൽ ഗിറ്റാർ പഠിക്കാൻ ശ്രമിച്ചതോർമ്മ വരുന്നു. ഒരേ പാട്ട് തന്നെ വീണ്ടും വീണ്ടും തെറ്റായി വായിച്ചുകൊണ്ടിരിക്കും. എവിടെയാണ് തെറ്റുന്നതെന്ന് ശ്രദ്ധിക്കാതെ കുറേ നേരം ഇരുന്നു എന്നല്ലാതെ ഒരു കാര്യവും ഉണ്ടായില്ല. അപ്പോ ആഴത്തിൽ പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റുകളെ ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുന്നതുപോലെയാണ്. കൃത്യമായി പറഞ്ഞു. നമ്മുടെ കംഫർട്ട് സോണിന്റെ അറ്റത്ത് നമുക്ക് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുള്ളൊരിടത്ത് നിന്ന് പരിശീലിക്കുന്നതിനെയാണ് ഡീപ്പ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്കും ഇപ്പോൾ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതേയുള്ളൂ. ഓ, എങ്ങനെ? ഞാനിപ്പോൾ 2 ലിസ്റ്റ് വാക്കുകൾ പറയാം. ഏതാണ് കൂടുതൽ ഓർമ്മ നിൽക്കുന്നതെന്ന് നോക്കാം. ലിസ്റ്റ് എ: ഓഷൻ ബ്രീസ്, ലീഫ് ട്രീ. ഓക്കെ. ലിസ്റ്റ് ബി: ബ്രെഡ് ബട്ടർ, മ്യൂസിക് ലിറിക്സ്. ഇതിലെ രണ്ടാമത്തെ ലിസ്റ്റിലെ വിട്ടുപോയ അക്ഷരങ്ങൾ പൂരിപ്പിക്കാൻ ശ്രമിച്ച വാക്കുകൾ നിങ്ങളുടെ തലച്ചോറിൽ 3 ഇരട്ടി കാലം ഓർമ്മ നിൽക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഓ, അതുകൊള്ളാമല്ലോ. ആ വിട്ടുപോയ അക്ഷരം കണ്ടുപിടിക്കാനുള്ള ആ ഒരു നിമിഷത്തെ ബുദ്ധിമുട്ട്. അതെ, ആ ചെറിയൊരു സ്ട്രഗിൾ, അതാണ് വ്യത്യാസമുണ്ടാക്കുന്നത്. പക്ഷേ ഇതിനു പിന്നിൽ തലച്ചോറിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വെറുമൊരു മാനസികമായ കാര്യം മാത്രമാണോ ഇത്? അല്ലേയല്ല. അവിടെയാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയ കണ്ടെത്തൽ വരുന്നത്. മൈലിൻ. അതെ, നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങളെ പൊതിഞ്ഞിരിക്കുന്ന ഒരു കൊഴുപ്പിന്റെ ആവരണമാണിത്. ഒരു ഇലക്ട്രിക് വയറിനെ റബ്ബർ ഇൻസുലേഷൻ പൊതിയുന്നതുപോലെ സങ്കൽപ്പിക്കാം. ശരി. നമ്മളൊരു കാര്യം ഡീപ്പ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അതായത് തെറ്റുകൾ വരുത്തി അത് ശ്രദ്ധിച്ച് തിരുത്തി വീണ്ടും ചെയ്യുമ്പോൾ, ആ പ്രത്യേക പ്രവൃത്തിക്ക് കാരണമാകുന്ന ന്യൂറൽ സർക്യൂട്ടില് മൈലിൻ കൂടുതൽ കട്ടിയായി പൊതിയും. ഒരു മിനിറ്റ്. അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ടാലന്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ കഴിവ്, അത് യഥാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറിൽ ഒരുതരം വയറിങ്ങിന്റെ കട്ടി കൂട്ടുന്ന പരിപാടിയാണെന്നാണോ? അതൊരു ശാരീരികമായ മാറ്റമാണോ? അതെ, അതൊരു ശാരീരികമായ മാറ്റമാണ്. മൈലിൻ പാളി കട്ടിയാകുന്തോറും ആ സർക്യൂട്ടിലൂടെയുള്ള സിഗ്നലുകൾ കൂടുതൽ വേഗത്തിലും കൃത്യതയിലും സഞ്ചരിക്കും. ഒരു മോശം ഇന്റർനെറ്റ് കണക്ഷൻ മാറി ഫൈബർ ഓപ്റ്റിക് കണക്ഷൻ വരുന്നതുപോലെ. അപ്പോൾ നമ്മുടെ ചലനങ്ങളും ചിന്തകളും അനായാസവും സ്വാഭാവികവുമായി മാറും. അതാണ് നമ്മൾ കഴിവ് എന്ന് പുറമേ നിന്ന് നോക്കിക്കാണുന്നത്. അപ്പൊ കഴിവ് ജന്മനാ കിട്ടുന്ന ഒന്നല്ല. അല്ല,
അത് മൈലിൻ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്നും മാത്രം ചില പ്രത്യേക കഴിവുകളുള്ള ആളുകൾ കൂട്ടമായി വരുന്നത് കാണാറുണ്ട്. ബ്രസീലിൽ നിന്നുള്ള ഫുട്ബോൾ കളിക്കാർ, ജമൈക്കയിൽ നിന്നുള്ള സ്പ്രിന്റർമാർ. അതെ, ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും അവരുടെ ചോരയിൽ അലിഞ്ഞു ചേർന്ന കഴിവാണെന്നൊക്കെ. പക്ഷേ അതിനു പിന്നിലും ഈ മൈലിൻ നിർമ്മാണത്തിന്റെ രഹസ്യമുണ്ടാകുമോ? തീർച്ചയായും. ബ്രസീലിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. അവരുടെ കളിമികവിന് പിന്നിലെ ഒരു പ്രധാന കാരണം ഫുട്സാൾ എന്ന കളിയാണ്. ഫുട്സാൽ? അതെ. സാധാരണ ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറിയ, കട്ടിയുള്ള പ്രതലത്തിൽ ഭാരം കൂടിയതും തുള്ളൽ കുറഞ്ഞതുമായ ഒരു പന്തുപയോഗിച്ചാണ് ഫുട്സാൽ കളിക്കുന്നത്. ഇതൊരു തരം ഫുട്ബോളിന്റെ സൂപ്പർ കംപ്രസ്ഡ് രൂപമാണ്. ഓക്കെ. ഒരു സാധാരണ ഫുട്ബോൾ കളിക്കാരന് 90 മിനിറ്റിൽ കിട്ടുന്നതിനേക്കാൾ 600% കൂടുതൽ തവണ ഒരു ഫുട്സാൽ കളിക്കാരൻ പന്ത് തൊടുന്നുണ്ട്. 600%. അപ്പോൾ അവർക്ക് തെറ്റുകൾ വരുത്താനും അത് ഉടൻ തന്നെ തിരുത്താനുമുള്ള അവസരങ്ങൾ വളരെ കൂടുതലാണ്. അതെ. അവരറിയാതെ തന്നെ ഡീപ്പ് പ്രാക്ടീസിന്റെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അതാണ് കാര്യം. ഓരോ നിമിഷവും അവർക്ക് പന്ത് നിയന്ത്രിക്കണം, പെട്ടെന്ന് തീരുമാനങ്ങളെടുക്കണം, സഹകളിക്കാർക്ക് പാസ് ചെയ്യണം. ഈ തീവ്രമായ പരിശീലനം അവരുടെ തലച്ചോറിൽ ഫുട്ബോളിനുള്ള മൈലിൻ പാളികൾ അതിവേഗത്തിൽ നിർമ്മിക്കുന്നു. അല്ലാതെ അവരുടെ ജീനിൽ ഫുട്ബോൾ കഴിവ് എഴുതി ചേർത്തിട്ടല്ല. അല്ല. അവർക്ക് മികച്ച ഒരു പരിശീലനക്കളം, ഒരു മൈലിൻ ഫാക്ടറിയുണ്ട്. അപ്പോൾ ഡീപ്പ് പ്രാക്ടീസ് എന്ന ആശയം വളരെ വ്യക്തമായി. കഷ്ടപ്പെട്ട് തെറ്റുകൾ വരുത്തി അത് തിരുത്തി മുന്നോട്ടു പോവുക. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ഈ ഫുട്സാൽ കളിക്കുന്ന ബ്രസീലിലെ കുട്ടികളോ ക്ലാരിനെറ്റിൽ അത്ഭുതം കാണിച്ച ക്ലാരിസയോ ഒന്നും ഞാനിപ്പോൾ എന്റെ തലച്ചോറിൽ മൈലിൻ ഉണ്ടാക്കുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ടല്ലോ പരിശീലിക്കുന്നത്. അല്ല. ഇത്രയും കഠിനമായ, അസ്വസ്ഥത നിറഞ്ഞ ഒരു പരിശീലന രീതിയിലേക്ക് അവരെ തള്ളിവിടുന്ന ആ ഒരു പ്രേരണ, ആ ഒരു ഊർജം എവിടെ നിന്നാണ് വരുന്നത്? അതാണോ ഈ പറയുന്ന ഇഗ്നിഷൻ? കൃത്യമായ ചോദ്യം. അവിടെയാണ് രണ്ടാമത്തെ താക്കോലായ ഇഗ്നിഷൻ വരുന്നത്. ഡീപ്പ് പ്രാക്ടീസ് എന്ന എഞ്ചിൻ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഇന്ധനം വേണം. ആ ഇന്ധനമാണ് ഇഗ്നിഷൻ. ഒരു തീപ്പൊരി. അതെ, അതൊരു നിമിഷത്തെ തീപ്പൊരിയാണ്. അതെനിക്ക് വേണം, എനിക്ക് അതുപോലെ ആകണം എന്ന തീവ്രമായൊരു ആഗ്രഹം മനസ്സിൽ ആളിക്കത്തുന്ന നിമിഷം. അതായത് ഒരു ലക്ഷ്യം മനസ്സിൽ കാണുന്നത് വഴി കിട്ടുന്ന ഒരുതരം മോട്ടിവേഷൻ. സംഗീതം പഠിക്കാൻ വന്ന കുട്ടികളോട് ആദ്യ ക്ലാസ്സിന് മുമ്പ് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ എത്ര കാലം ഈ ഉപകരണം വായിക്കുമെന്ന് കരുതുന്നു? കുറച്ചു മാസങ്ങൾ, 1 വർഷം, അതോ ജീവിതകാലം മുഴുവനുമോ? ഓക്കെ. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ കുട്ടികളെ വീണ്ടും പരിശോധിച്ചു. അപ്പോൾ ഒരു ഞെട്ടിക്കുന്ന കാര്യം കണ്ടെത്തി. എന്തായിരുന്നു അത്? ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം പരിശീലിച്ച, എന്നാൽ ജീവിതകാലം മുഴുവൻ വായിക്കും എന്ന് തുടക്കത്തിൽ ഉത്തരം നൽകിയ കുട്ടികൾ ആഴ്ചയിൽ 90 മിനിറ്റ് പരിശീലിച്ച, ഈ വർഷം മാത്രമേ വായിക്കൂ എന്നു പറഞ്ഞ കുട്ടികളെക്കാൾ 4 ഇരട്ടി വേഗത്തിൽ കഴിവുകൾ നേടിയെടുത്തിരുന്നു. അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. പരിശീലനത്തിന്റെ അളവിനേക്കാൾ പ്രധാനം താൻ ആരായി തീരുമെന്നതിനെക്കുറിച്ചുള്ള അവരുടെ ഉള്ളിലെ ആ ചിത്രമായിരുന്നു എന്നാണോ? അതെ. കാരണം ആ ദീർഘകാല ലക്ഷ്യം അവരുടെ ഉള്ളിൽ ഒരു തീപ്പൊരി കത്തിച്ചു. ആ ഇഗ്നിഷൻ ഉള്ളതുകൊണ്ട് അവരുടെ ഓരോ മിനിറ്റ് പരിശീലനവും കൂടുതൽ ശ്രദ്ധയോടെയും ആഴത്തിലുമായിരുന്നു. അവർ വെറുതെ പരിശീലിക്കുകയായിരുന്നില്ല. അല്ല, അവർ തങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുകയായിരുന്നു. ഇത് യഥാർത്ഥ ജീവിതത്തിലും കാണാൻ കഴിയുമല്ലോ. 1998-ൽ ദക്ഷിണ കൊറിയയിൽ നിന്ന് സെരി പാക് എന്നൊരു ഗോൾഫ് താരം ഒരു പ്രധാന ടൂർണമെന്റ് വിജയിച്ചു. അതോടെ ആ രാജ്യത്ത് പെൺകുട്ടികൾക്കിടയിൽ ഒരു ഗോൾഫ് വിപ്ലവം തന്നെയുണ്ടായി. അവൾക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കുമായിക്കൂടാ എന്ന ചിന്ത. അതെ. അതുപോലെ റഷ്യയിൽ അന്ന കോർണിക്കോവ എന്ന ടെന്നീസ് താരം വന്നതോടെ അവിടെയും പെൺകുട്ടികൾ ടെന്നീസിലേക്ക് ഒഴുകിയെത്തി. ഒരാളുടെ വിജയം ഒരു സമൂഹത്തിന് മുഴുവൻ ഇഗ്നിഷൻ നൽകി. ഈ പുസ്തകം അത്തരം സൂചനകളെ പ്രൈമൽ ക്യൂസ് എന്നാണ് വിളിക്കുന്നതല്ലേ? അതെ, പ്രൈമൽ ക്യൂസ്. നമ്മുടെ ഉപബോധ മനസ്സിനോട് നേരിട്ട് സംസാരിക്കുന്ന ശക്തമായ സന്ദേശങ്ങളാണവ. അമേരിക്കയിലെ കിപ്പ് സ്കൂളുകൾ ഇതിന്റെ മികച്ച ഉദാഹരണമാണ്. താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിലെ കുട്ടികളെ രാജ്യത്തെ മികച്ച കോളേജുകളിൽ എത്തിക്കാൻ അവർ ഇത്തരം സൂചനകൾ നിരന്തരം ഉപയോഗിക്കുന്നു. ഓരോ ക്ലാസ് റൂമിനും ഒരു കോളേജിന്റെ പേര് നൽകും. കുട്ടികളെക്കൊണ്ട് റീഡ് ബേബി റീഡ്, വർക്ക് ഹാർഡ്, ബി നൈസ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഏറ്റുചൊല്ലിക്കും. അപ്പോ നിങ്ങളൊരു വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് എന്നൊരു തോന്നലുണ്ടാക്കുന്നു. അതെ, നിങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്ന ചിന്ത കുട്ടികളിൽ ശക്തമായൊരു ഇഗ്നിഷൻ ഉണ്ടാക്കുന്നു.
ഇത് കേൾക്കുന്ന മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം നിങ്ങളുടെ നോട്ടുകളിലുണ്ട്. കാരോൾ ഡ്വെക്കിന്റെ പഠനം. ഓ അതെ. കുട്ടികളെ അഭിനന്ദിക്കുന്ന രീതിയെക്കുറിച്ചുള്ളതാണത്. നീ വളരെ മിടുക്കലാണ് എന്ന് പറയുന്നതും നീ നന്നായി കഠിനാധ്വാനം ചെയ്തു എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം. അതെ, അതൊരു ചെറിയ വ്യത്യാസമായി തോന്നാമെങ്കിലും അതിന്റെ ഫലം വളരെ വലുതാണ്. നിങ്ങളൊരു കുട്ടിയുടെ കഴിവിനെയാണ് നീ മിടുക്കനാണ് പ്രശംസിക്കുന്നതെങ്കിൽ ആ കുട്ടി പരാജയങ്ങളെ ഭയപ്പെടാൻ തുടങ്ങും. കാരണം തോറ്റാൽ താൻ മിടുക്കനല്ല എന്ന് തെളിയുമല്ലോ. അതെ. എന്നാൽ നിങ്ങൾ അവരുടെ പ്രയത്നത്തെയാണ് നീ നന്നായി കഠിനാധ്വാനം ചെയ്തു എന്ന് പ്രശംസിക്കുന്നതെങ്കിൽ അവർ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ പഠിക്കും. തോൽവി എന്നത് കഴിവിന്റെ കുറവല്ല, മറിച്ച് കൂടുതൽ പ്രയത്നിക്കേണ്ടതുണ്ട് എന്നതിന്റെ സൂചന മാത്രമാണെന്ന് അവർ മനസ്സിലാക്കും. പക്ഷേ എനിക്കൊരു സംശയം. ഒരു കുട്ടിക്ക് ജന്മനാ ഒരു കഴിവുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നന്നായി ചിത്രം വരയ്ക്കാനോ പാടാനോ, അതിനെ അംഗീകരിക്കുന്നത് തെറ്റാണോ? നീ നന്നായി വരയ്ക്കുന്നുണ്ട് എന്ന് പറയുന്നത് അവരുടെ ആത്മവിശ്വാസം കുറയ്ക്കില്ലേ? നല്ല ചോദ്യമാണ്. കഴിവുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഊന്നൽ നൽകേണ്ടത് ആ കഴിവിനെ വളർത്താൻ അവരെടുക്കുന്ന പ്രയത്നത്തിനാണ്. ഓ, നിനക്ക് നന്നായി വരയ്ക്കാനുള്ള കഴിവുണ്ട്. നീ ഇത്രയും സമയം ക്ഷമയോടെ ഇരുന്നത് വരച്ചതുകൊണ്ടാണ് ഈ ചിത്രം ഇത്ര മനോഹരമായത്. അപ്പോ നമ്മൾ കഴിവിനെയും പ്രയത്നത്തെയും ഒരുമിച്ച് അംഗീകരിക്കുകയാണ്. അതെ, ഇത് അവരുടെ ഉള്ളിലെ ഇഗ്നിഷൻ കെട്ടുപോകാതെ സൂക്ഷിക്കാൻ സഹായിക്കും. ശരി, അപ്പം നമുക്ക് പരിശീലന രീതിയായി, അതായത് ഡീപ് പ്രാക്ടീസ്, അതിന് ഇന്ധനം നൽകുന്ന ഇഗ്നീഷനും, ഇനിയിപ്പോ വഴിതെറ്റിപ്പോകാതെ ഏറ്റവും ശരിയായ രീതിയിൽ പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാളുടെ സഹായം വേണ്ടേ? എനിക്ക് തോന്നുന്നു അവിടെയാണ് മൂന്നാമത്തെ ഘടകമായ മാസ്റ്റർ കോച്ചിങ്ങിന്റെ പ്രസക്തി. തീർച്ചയായും. നമുക്ക് ഡീപ് പ്രാക്ടീസ് ചെയ്യാനുള്ള താൽപ്പര്യവും ഇഗ്നിഷൻ മൂലമുണ്ടാകുന്ന ഊർജവും ഉണ്ടാകാം. പക്ഷെ എവിടെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? ഏത് തെറ്റാണ് ഏറ്റവും പ്രധാനം? ഇത് പറഞ്ഞു തരാൻ ഒരു വഴികാട്ടി വേണം. അതാണ് ഒരു മാസ്റ്റർ കോച്ചിന്റെ ജോലി. സിനിമകളിലൊക്കെ കാണുന്നത് പോലെ എപ്പോഴും ആക്രോശിച്ച് കളിക്കാരെ മാനസികമായി തളർത്തുന്ന തരത്തിലുള്ള ആളുകളാണോ ഈ മാസ്റ്റർ കോച്ചുകൾ? അല്ലേ അല്ല, അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ലോകോത്തര പരിശീലകരിൽ ഭൂരിഭാഗവും വിസ്പറർമാരാണ്, അതായത് മന്ത്രിക്കുന്നവർ. മന്ത്രിക്കുന്നവരോ? അതെ, അവരൊരുപാട് സംസാരിക്കില്ല. അവർ ശാന്തമായി നിരീക്ഷിക്കും, എന്നിട്ട് ഏറ്റവും ശരിയായ സമയത്ത് ഏറ്റവും കൃത്യമായ ചെറിയ ഒരു നിർദ്ദേശം നൽകും. പ്രശസ്ത ബാസ്കറ്റ്ബോൾ കോച്ച് ജോൺ വുഡൻ ഇതിന് മികച്ച ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ പരിശീലന സെഷനുകൾ പഠനവിധേയമാക്കിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി. അദ്ദേഹത്തിന്റെ ആശയവിനിമയത്തിന്റെ 75% അഭിനന്ദനങ്ങളോ വിമർശനങ്ങളോ ആയിരുന്നില്ല. പിന്നെന്തായിരുന്നു? മറിച്ച് ഷൂ ലേസ് ഒന്നുകൂടി മുറുക്കിക്കെട്ടു, കൈ കുറച്ചുകൂടി ഉയർത്തിപ്പിടിക്കൂ എന്നതുപോലെ വളരെ ലളിതവും കൃത്യവുമായ വിവരങ്ങൾ നൽകലായിരുന്നു. അപ്പോൾ കളിക്കാരെ വൈകാരികമായി ഉത്തേജിപ്പിക്കുന്നതിനേക്കാൾ അവർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ. അതെ. ഓരോ ചെറിയ നിർദ്ദേശവും അവരുടെ തലച്ചോറിൽ ശരിയായ സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാനും മൈലിൻ നിർമ്മിക്കാനും സഹായിക്കുകയായിരുന്നു. അതുതന്നെ. സംഗീതലോകത്തും ഇതുപോലുള്ള പരിശീലകരുണ്ട്. ഹാൻസ് ജെൻസൻ എന്ന സെല്ലോ അധ്യാപകൻ വിദ്യാർത്ഥിയുടെ മനസ്സിലിരിപ്പ് പോലും തിരിച്ചറിഞ്ഞ് നിർദ്ദേശം നൽകുന്നതായി തോന്നും. അല്ലെങ്കിൽ ഓപ്പറയിൽ നിന്ന് പോപ്പ് സംഗീതത്തിലേക്ക് മാറിയ ലിൻഡ സെപ്റ്റിയൻ എന്ന വോക്കൽ കോച്ച് ഓരോ ഗായകനും വേണ്ടതെന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് അവർക്കുവേണ്ടി മാത്രമുള്ള പരിശീലന രീതികൾ രൂപപ്പെടുത്തുന്നു. ഒരു ഡോക്ടറെ പോലെ? അതെ, ഒരു ഡോക്ടറെ പോലെയാണ്. രോഗമെന്താണെന്ന് കൃത്യമായി കണ്ടെത്തി അതിനു മരുന്ന് നൽകുന്നു. ഇതെല്ലാം ലോകോത്തര നിലവാരത്തിലുള്ള പരിശീലകരുടെ കാര്യമാണ്. പക്ഷെ തുടക്കക്കാർക്കോ? ഒരു കുട്ടി ആദ്യമായി പിയാനോ പഠിക്കാൻ പോകുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച കോച്ചിന്റെ അടുത്താണോ പോകേണ്ടത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെയാണ് ബെഞ്ചമിൻ ബ്ലൂം എന്ന വിദ്യാഭ്യാസ ഗവേഷകന്റെ പഠനം പ്രസക്തമാകുന്നത്. ലോകോത്തര പിയാനിസ്റ്റുകൾ, നീന്തൽക്കാർ, ടെന്നീസ് താരങ്ങൾ എന്നിവരുടെയെല്ലാം കരിയറിന്റെ തുടക്കം അദ്ദേഹം പഠിച്ചു. തൊട്ടടുത്തുള്ള പ്രാദേശിക അധ്യാപകരുടെ കീഴിലായിരുന്നു. അതെന്താ അങ്ങനെ? കാരണം ആ ആദ്യ അധ്യാപകരുടെ പ്രധാന ലക്ഷ്യം കുട്ടികളെ സാങ്കേതികമായി മികച്ചവരാക്കുക എന്നതായിരുന്നില്ല. പിന്നെ മറിച്ച് ആ വിഷയത്തോട് സ്നേഹവും താൽപ്പര്യവും ഉണ്ടാക്കുക എന്നതായിരുന്നു. അവർ ക്ഷമയോടെ, സ്നേഹത്തോടെ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു. ആ വിഷയത്തെ ഒരു കളിയായും രസകരമായ കാര്യമായും അവതരിപ്പിച്ചു. ചുരുക്കത്തിൽ അവർ ആദ്യം കുട്ടികളിൽ ഇഗ്നിഷൻ ജ്വലിപ്പിച്ചു. അവരാദ്യം പരിശീലിപ്പിച്ചത് സ്നേഹിക്കാനാണ്.
അതിനുശേഷമാണ് കഴിവുകൾ നേടാൻ പഠിപ്പിച്ചത്. അതെ, ആ അടിത്തറ ശക്തമായതിനു ശേഷം കൂടുതൽ സാങ്കേതിക മികവുള്ള കോച്ചുകളുടെ അടുത്തേക്ക് അവർ പോയി. അത് വളരെ മനോഹരമായൊരു ആശയമാണ്. അപ്പോൾ ആദ്യത്തെ കോച്ചിന്റെ ജോലി ഇഗ്നിഷൻ ഉണ്ടാക്കുക, പിന്നീടുള്ള കോച്ചിന്റെ ജോലി ഡീപ്പ് പ്രാക്ടീസിനു വഴികാട്ടുക. അതെ, ആ ക്രമം വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ചുരുക്കിയാൽ ദ ടാലന്റ് കോഡ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതാണ്: കഴിവെന്നത് ഒരു ലോട്ടറി ടിക്കറ്റല്ല, അതൊരു പ്രക്രിയയാണ്. നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തു കടന്ന് തെറ്റുകൾ വരുത്തിക്കൊണ്ട് നടത്തുന്ന ആഴത്തിലുള്ള പരിശീലനം, അതായത് ഡീപ്പ് പ്രാക്ടീസ്. ആ കഠിനമായ വഴിയിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആന്തരികമായ തീപ്പൊരി, ഇഗ്നിഷൻ. പിന്നെ വഴി തെറ്റാതെ നമ്മളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒരു വഴികാട്ടി, മാസ്റ്റർ കോച്ചിംഗ്. ഈ മൂന്നും. അതെ, ഇത് അത്ലറ്റുകൾക്കോ സംഗീതജ്ഞർക്കോ മാത്രമുള്ള ഒന്നല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിയാണ്. നിങ്ങളൊരു പുതിയ ഭാഷ പഠിക്കാൻ ശ്രമിക്കുകയാണോ? വാക്കുകൾ വെറുതെ കാണാതെ പഠിക്കുന്നതിനു പകരം ചെറിയ തെറ്റുകൾ വരുത്തിക്കൊണ്ട് ആ ഭാഷ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഡീപ്പ് പ്രാക്ടീസാണ്. എന്തുകൊണ്ട് ആ ഭാഷ പഠിക്കണമെന്ന ശക്തമായ കാരണം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതാണ് ഇഗ്നിഷൻ. ഒരു നല്ല അധ്യാപകനോ ആപ്ലിക്കേഷനോ മാസ്റ്റർ കോച്ചായും പ്രവർത്തിക്കാം. അതെ, നമ്മുടെയെല്ലാം തലച്ചോറ് മൈലിൻ നിർമ്മിക്കാൻ കഴിവുള്ള ഒന്നാണ്. നാം നൽകുന്ന സിഗ്നലുകൾക്കനുസരിച്ച് അത് സ്വയം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്കായി ഒരു അവസാന ചിന്ത: കഴിവുകൾ വളരുന്നത് നമുക്ക് സുഖപ്രദമായ ഒരിടത്തല്ല, മറിച്ച് അല്പം അസ്വസ്ഥതയും ബുദ്ധിമുട്ടുമുള്ള ഒരിടത്താണ്. ഒരു പിഞ്ചുകുഞ്ഞ് നടക്കാൻ പഠിക്കുന്നതോർത്തു നോക്കൂ. എത്ര തവണയാണ് ആ കുഞ്ഞ് വീഴുന്നത്? പക്ഷേ ഓരോ വീഴ്ചയും ആ കുഞ്ഞിനൊരു പരാജയമല്ല, അതൊരു ഫീഡ്ബാക്കാണ്. അതെ, പഠനത്തിന്റെ ഭാഗമാണ്. ആ വീഴ്ചകളിൽ നിന്നാണ് കാലുകൾ എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് അതിന്റെ തലച്ചോറ് മൈലിൻ നിർമ്മിച്ചു പഠിക്കുന്നത്. നിങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ അത്തരം കുഞ്ഞു വീഴ്ചകൾക്ക് നിങ്ങൾ തയ്യാറാണോ? ആ അസ്വസ്ഥത നിറഞ്ഞ എന്നാൽ വളർച്ച നൽകുന്ന മേഖലയിലേക്ക് ചുവടുവയ്ക്കാൻ തയ്യാറുണ്ടോ? കാരണം യഥാർത്ഥ വളർച്ച സംഭവിക്കുന്നത് അവിടെയാണ്.